2026 തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എല്ലാ പാർട്ടികളും അവരുടെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ശംഖുമുഖത്താണ്, തീരപ്രദേശത്താണ്. തീരപ്രദേശത്തെ വോട്ട് എന്ന് പറയുന്നത് അതിനിർണായകമായ ഒരു കാര്യം തന്നെയാണ്. കാരണം പലപ്പോഴും വിജയം കൽപ്പിക്കുന്നത് തീരപ്രദേശത്തിലെ വോട്ട് തന്നെയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശംഖുമുഖത്തെ നിവാസികളുടെ അഭിപ്രായം 2026 UDF അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. 2026 UDF അധികാരത്തിൽ വരാൻ സാധ്യത ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവരെ കഴിഞ്ഞകാല ചരിത്രവും കൂടെ എടുത്തു നോക്കിയാൽ അവര് അവസരവാദ രാഷ്ട്രീയം മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. പറഞ്ഞു മനസ്സിലായില്ലേ? അല്ലാതെ അവര് ഭരിച്ചിരുന്ന കാലത്തും ഈ ഇന്ത്യയിൽ മികവ് പുലർത്തിയിട്ടില്ല എന്നല്ല, ഇന്ത്യയിൽ ആഗോളം ഈ കോൺഗ്രസ് ആണ് അടക്കി ഭരിച്ചിട്ടുള്ളത്. അവര് ഈ ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു. അത് തന്നെയാണ് പിന്നീട് വന്ന BJP സർക്കാർ തുടർന്നു കൊണ്ടുവരുന്നത്. ഇപ്പൊ വക്കം ഇതിന്റെ എടുത്തു വെക്കാം. എന്നാലും ഞാൻ ഒരു രാഷ്ട്രീയ ഈ മതസംഘടനയുടെ ആളല്ല. അപ്പോൾ ഈ വക്കം ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട എത്തീം മക്കള്, ആരുമില്ലാത്ത അനാഥരുടെ അതിൽ പിന്നെ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ UDF എങ്ങനെ അധികാരത്തിൽ വരും? അവർ വികസന പ്രവർത്തനമായിട്ട് എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ പിണറായി സർക്കാർ വന്നല്ലോ, വികസനമായിട്ടും പല വികസന പ്രവർത്തനങ്ങളും ഇവിടെ കൊണ്ടുവന്നു. തൊഴിലില്ല എന്ന് ഒരാളും പറയില്ല. പണിയെടുക്കുന്നവന് ഇവിടെ തൊഴിലുണ്ട്. അപ്പോൾ ചിലർ പറയും ഹിന്ദിക്കാരാദി കടന്നുകയറ്റം കൊണ്ടാണെന്ന്. ഈ ഹിന്ദിക്കാർ കടന്നു കയറുന്നത് എന്തുകൊണ്ടാണെന്ന്? നമ്മൾ പണിയെടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട്. നമ്മൾ ഇന്ന പണിയേ ചെയ്യുള്ളൂ. ഇപ്പോൾ സാറ് തന്നെ ഈ പണിയേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് ഇതേ അറിയുള്ളൂ. അപ്പം ഈ മേഖല അല്ലെങ്കിൽ IT മേഖലയിൽ വേറെ ഏതെങ്കിലും മേഖല നോക്കും. ഇപ്പം ഞാൻ തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും കൂലിപ്പണിയായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാകുമ്പോഴത്തേക്കും എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയുണ്ട്. ഇന്ന് ഹോട്ടൽ പണിയെടുക്കാൻ പോയാൽ തന്നെ ചിലവും കഴിച്ചിട്ട് 1000-800 രൂപ കിട്ടും. അതുപോലെ ഓരോരോ ഇതും. അതുകൊണ്ട് ഞാൻ തികച്ചും പറയുകയാണ്. ഇപ്പോൾ അവർ ഈ ആശാപ്രവർത്തകരുടെ കാര്യം പറയുന്നു. ഈ ആശാപ്രവർത്തകരുടെ കാര്യം പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഓക്കെ പറയാതെ ഈ 10-26,000 തൊഴിലാളികൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാൻ കഴിയില്ല. ഒരു കുടുംബം ഇപ്പം നോക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞൊരു പ്രായമായ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ മാത്രം കഴിഞ്ഞ കാലം വരെ നോക്കിയില്ലേ, പിന്നെ നോക്കേണ്ട ഈ മക്കളും കൂടെ ചേർന്നിട്ട് നോക്കണം. അതേ ഇതിൻ്റെ ഒരു സംഭവം. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കോൺഗ്രസിൻ്റെ എപ്പോൾ തമ്മിലടി തീരുമോ അന്ന് നാട് നന്നാവും. അതിലുപരി എന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ജനങ്ങൾ പഠിച്ചതാണ്. ശബരിമല വിഷയം കൊണ്ടുവന്ന് എന്തായി? ഈ ആശാപ്രവർത്തകർ അതേപോലെ തന്നെയാണ് ശബരിമല വിഷയം ഇവർ കൊണ്ടുവന്നിട്ട് എന്തായി? ജനങ്ങൾ അത് ശരിയല്ല എന്ന് തട്ടിക്കളഞ്ഞു. ഇപ്പോൾ ആശാപ്രവർത്തകരുടെ തന്നെ ഒരു വിഭാഗം വേറെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് അതിൽ ഞാൻ പലരിടത്തും ചോദിച്ചു, എന്തേ നിങ്ങൾ സമരത്തിന് പോകത്തെ? നമുക്കതിൽ പരാതിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പേപ്പറും നോക്കുന്നവരാണ്. ഒരു പാർട്ടിക്കാരി എന്നുള്ള ഇതിലെല്ലാവരുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ സമരം ചെയ്യുന്നവർ, ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ അവകാശം ആനുകൂല്യം കിട്ടിയാൽ നിങ്ങൾ വാങ്ങൂലേ? വാങ്ങും. നമ്മൾ സമരം ചെയ്തിട്ടുള്ളപ്പോഴും മറ്റവരും വാങ്ങിയിട്ടുണ്ട്. അതാണ് അവരുടെ മറുപടി. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ? 2026 തെരഞ്ഞെടുപ്പ് UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ? UDF സാധ്യത വളരെ കുറവാണ്. ആർക്കാണ്? LDF സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ്? കാര്യം UDF അത്രയ്ക്കും ഉള്ള പ്രത്യേകിച്ച് ആൾക്കാർ ആരും വളരെ കുറവാണ്. സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ആയാലും ശരിയാണ്. അവർ പാർട്ടിക്കാർ തന്നെ അവർ തമ്മിൽ നമുക്കറിയാമല്ലോ, എല്ലാം സ്വാഭാവികം. മാക്സിമം ഇതിനെക്കുറിച്ചുള്ളവർക്കറിയാം. LDF തന്നെ മാക്സിമം അതിന് ഒരു സ്ഥാനാർത്ഥികളെ കൊണ്ട് ആൾക്കാരൊക്കെ അവർ തന്നെ മാക്സിമം ഒരു 75-80% LDF സാധ്യത. UDF എന്റെ അഭിപ്രായം വരരുത്. ഇതാണ് ജനങ്ങളുടെ അഭിപ്രായം. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.